നമസ്കാരം. ഷാദിൻ സ്കറിയെ മങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത് 5 പേർ ചേർന്നെന്ന് പോലീസ് എഫ്ഐആർ. ആരുടെയും പേര് എഫ്ഐആറിലില്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്നും വ്യക്തമാണ്. ഷാദിൻ സ്കറിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ പറയുന്നു. ശനിയാഴ്ച രാത്രി 6:40 ആക്രമണം. ഭാരതീയ ന്യായ സംഹിതയിലെ 182(2), 190, 191(1), 191(2), 191(3), 115(2), 351(2), 126(2), 110 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത്. വധശ്രമ കുറ്റവും ചുമത്തി. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് ഓരോരുത്തരും സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ അക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. മങ്ങാട്ട് കവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് ദാർജി പിടിച്ചു. അതിനുശേഷം ജീപ്പിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു. അതിനെ എതിർത്ത ആവലാതിക്കാരനെ 1-ാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു. ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാദിൻ സ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി. 2-ാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകുമെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. മരണവെപ്രാളത്തിൽ കൈ തട്ടി മാറ്റിയത് കൊണ്ടാണ് ആവലാതിക്കാരന് മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു. അതായത് വധശ്രമത്തിനാണ് കേസെടുത്തത്. പ്രതികളെ പറ്റിയും പോലീസിന് വ്യക്തമായ സൂചനകളുണ്ട്. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇടുക്കിയിലെ മുൻ മന്ത്രി കൂടിയായ നേതാവിന്റെ സംരക്ഷണയിലാണ് പ്രതികളെന്നാണ് സൂചന. പ്രതികളുടെ വീട്ടിലെല്ലാം പോലീസ് രാത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു. വൈകാതെ പ്രതികളെ CPM തന്നെ പോലീസിനെ ഏൽപ്പിക്കുമെന്നും സൂചനയുണ്ട്. സ്ഥിതിഗതികൾ AKG സെന്റർ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഈ ആക്രമണത്തിന് കിട്ടിയെന്നാണ് സൂചന. DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിലാണ് ഷാദിൻ സ്കറിക്ക് പരിക്കേറ്റതെന്ന് പോലീസും സമ്മതിക്കുന്നു. മങ്ങാട്ട് കവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TN നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു മർദ്ദനം. മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാദിന്റെ കാറിൽ ദാറിടിച്ചു. തുടർന്ന് കാർ നിർത്തിയ ഷാദിൻ സ്കറിയെ കാറിനുള്ളിൽ വെച്ച് തന്നെ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടുക്കിയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാദിൻ സ്കറിയ. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റി. DYFI പ്രവർത്തകരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചുവെന്നാണ് തൊടുപുഴ SHO പറഞ്ഞത്. ഷാദിൻ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഷാദിൻ സ്കറിയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടയിൽ സജീവമായി നടക്കുന്നുണ്ട്. ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണയിലാണ് ഇയാൾ. അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ലെന്നും പരാതിയുണ്ട്. തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഷാദിൻ സ്കറിയ ചികിത്സയിലുള്ളത്. ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. CPM സൈബർ ഗുണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളിയും തുടരുന്നുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ സമൂഹത്തിലെ ഗൂഢാലോചന പുറത്തു പറയുമെന്ന് മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷന്റെ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചേക്കും. ഷാദിൻ സ്കറിയെ ആക്രമിച്ചത് CPM പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ DYFI ഗുണ്ടകളാണെന്ന് വ്യക്തമായിരുന്നു. ഷാദിൻ സ്കറിയക്കെതിരായ ഗൂഢാലോചനയിലും വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു.